മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടതൊന്നും അറിയപ്പെടാതിരിക്കുകയില്ല. ഒരു ബൈബിൾ വചനം പോലെ കുറ്റകൃത്യങ്ങൾ എല്ലാ കാലവും മൂടിവെക്കാൻ കഴിയില്ല. മനുഷ്യൻ കാവൽ നിൽക്കുന്ന നിശബ്ദതയുടെ കല്ലറകളെപ്പോലും തകർക്കാൻ ഒരു വാക്കിന്, ഒരൊറ്റ വെളിപ്പെടുത്തലിന് സാധിക്കുമെന്ന് ഈ ലോകം പലപ്പോഴും മറന്നുപോകുന്നു. ഒരു ടെലിവിഷൻ സ്റ്റുഡിയോയിലെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിലേക്ക് ചതഞ്ഞരഞ്ഞ ആത്മാവുമായി ഒരു പെൺകുട്ടി നടന്നു കയറിയപ്പോൾ ആരും കരുതിയില്ല അത് മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ഒരു ചോരക്കടലിന്റെ വാതിൽ തുറക്കലാണെന്ന്. അവൾ വാക്കുകൾ കൊണ്ട് ഒരു കുറ്റവാളിക്കൂട്ടത്തെ തകർക്കുകയായിരുന്നു. സിനിമയെപ്പോലും അതിശയിപ്പിക്കുന്ന ട്വിസ്റ്റ്. ആ സ്റ്റുഡിയോയുടെ തണുപ്പിലേക്ക് അവൾ വലിച്ചെറിഞ്ഞത് ഒരു സങ്കടകഥ മാത്രമല്ല, കാലം മണ്ണുമൂടി ഒളിപ്പിച്ച 3 മനുഷ്യജീവനുകളുടെ നിഗൂഢമായ അന്ത്യത്തിലേക്കുള്ള ഉത്തരമായിരുന്നു. അവിശ്വസനീയമായ ആ സംഭവമാണെന്ന് ആരംഭിക്കാം കുറ്റവും ശിക്ഷയും. സി തമിഴ് ചാനൽ ഷൂട്ടിംഗ് ഫ്ലോറിൽ അവരുടെ ഷോയായ സൊൽവതെല്ലാം ഉന്മൈ എന്ന പരിപാടിയുടെ ഷൂട്ടിങ്ങിനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ജേർണലിസ്റ്റും നടിയുമായ നിർമ്മല പെരിയസ്വാമിയാണ് ഷോയുടെ ആങ്കർ. കുടുംബ തർക്കങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, ഒളിച്ചോട്ടങ്ങൾ, സ്വത്ത് തർക്കങ്ങൾ തുടങ്ങിയവയിൽ മധ്യസ്ഥത വഹിച്ച് പരിഹാരം കാണുന്ന രീതിയിലായിരുന്നു ആ ഷോയുടെ ഡിസൈൻ. മെയ് 17 വ്യാഴാഴ്ച, സി തമിഴ് സ്റ്റുഡിയോ ഫ്ലോർ, സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഗിണ്ടി, ചെന്നൈ. സമയം രാവിലെ 10 മണി. വ്യക്തികളുടെ സ്വകാര്യതയെ പരസ്യമായി ലേലം വിളിക്കുന്നുവെന്നും റേറ്റിംഗിനു വേണ്ടി ആളുകളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്നുവെന്നും ആരോപിച്ച് സൊൽവതെല്ലാം ഉന്മയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ അക്കാലത്ത് തമിഴ്നാട്ടിൽ ഉയർന്നിരുന്നു. എങ്കിലും റേറ്റിംഗ് ചാർട്ടുകളിൽ മികച്ച മുന്നേറ്റം പരിപാടിക്കുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ ചിത്രീകരണത്തിനിടെ സംഭവിക്കാൻ പോകുന്ന അത്യന്തം ഭീതിതമായ സാഹചര്യം ആരും മുന്നിൽ കണ്ടിരുന്നില്ല. അന്നത്തെ എപ്പിസോഡിന്റെ വിഷയം 17 വയസ്സുള്ള ഒരു പെൺകുട്ടി 24-കാരനായ തൻ്റെ ആൺ സുഹൃത്തിനൊപ്പം ഒളിച്ചോടിയതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു. പെൺകുട്ടിയെ വീട്ടിൽ തിരിച്ചെത്തിക്കണമെന്ന വാശിയിലായിരുന്നു അച്ഛനും അമ്മയും. മകളെ 24-കാരനായ ആൺകുട്ടിയോടൊപ്പം വിടാൻ തയ്യാറല്ല എന്നായിരുന്നു പെൺകുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും നിലപാട്. വൈകാതെ ഷോ ഷൂട്ടിംഗ് ചാനൽ ഫ്ലോറിൽ ആരംഭിച്ചു. പ്രണയവിവാഹത്തെ മാതാപിതാക്കൾ എതിർക്കുന്നു എന്ന് കാണിച്ച് സംരക്ഷണം തേടി ആ പെൺകുട്ടിയും ആൺ സുഹൃത്തായ സതീഷുമാണ് ആദ്യം സ്റ്റുഡിയോയിലെത്തിയത്. ഷോയുടെ തുടക്കത്തിൽ ഇവരുടെ ഭാഗമാണ് ചിത്രീകരിക്കാൻ പ്ലാൻ ചെയ്തത്. പെൺകുട്ടി, വയസ്സ് 17, വില്ലുപുരം, തമിഴ്നാട്. കെ സതീഷ് കുമാർ, വയസ്സ് 21, വില്ലുപുരം, തമിഴ്നാട്. ചിത്രീകരണം തുടങ്ങി. ഷോയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ പെൺകുട്ടിക്ക് 17 വയസ്സു മാത്രമേ ആയിട്ടുള്ളൂ എന്ന കാര്യം അവതാരകയായ നിർമ്മലയ്ക്ക് മനസ്സിലാകുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും മാതാപിതാക്കളുടെ കൂടെ പോകുന്നതാണ് നല്ലതെന്ന് അവർ ഒരു ഉപദേശ രൂപേണ ആ പെൺകുട്ടിയോട് പറഞ്ഞു. ആ കുട്ടി അതിന് ഏറെ നേരം എതിർപ്പോടെയാണ് പ്രതികരിച്ചത്. ഒടുവിൽ സ്വന്തം അച്ഛനായ മുരുകനിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമങ്ങളെയും പീഡന ശ്രമങ്ങളെയും കുറിച്ച് ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. ഞെട്ടിക്കുന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ. സ്വന്തം പിതാവിനാൽ ഏൽക്കേണ്ടി വന്ന ലൈംഗിക പീഡനത്തെക്കുറിച്ച് ആ പെൺകുട്ടി വെട്ടിത്തുറന്നു പറയുന്നതിനിടെ അവതാരകയായ നിർമ്മല പെരിയസ്വാമി പലതവണ ആ ഷോയ്ക്ക് കട്ടു പറഞ്ഞു. ആ കുട്ടിയോട് സംസാരിക്കുന്നത് നിർത്താനും നിർമ്മലയ്ക്ക് പലതവണയായി ആവശ്യപ്പെടേണ്ടി വന്നു. കുടുംബ പ്രേക്ഷകർ കാണുന്ന പ്രോഗ്രാം ആയതിനാലാണ് അത്തരം വെളിപ്പെടുത്തലുകൾ വേണ്ടെന്ന് നിർമ്മല അപ്പോൾ നിർദ്ദേശിച്ചത്. വർഷങ്ങളായി താൻ ഈ ക്രൂരതയും ഭയവും അനുഭവിച്ചാണ് ആ വീട്ടിൽ കഴിഞ്ഞിരുന്നതെന്നും ആ ഷോയിൽ ആ കുട്ടി വ്യക്തമാക്കി. താൻ ജീവൻ രക്ഷിക്കാനാണ് കാമുകനൊപ്പം വീട് വിട്ടിറങ്ങിയതെന്നും അവൾ തുറന്നടിച്ചു.
സ്വന്തം പിതാവിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് അമ്മയായ രാജേശ്വരിക്ക് കൃത്യമായി അറിയാമായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും ആ പെൺകുട്ടി നടത്തി. ഇക്കാര്യങ്ങൾ പലതവണ അമ്മയോട് പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. പക്ഷേ അതൊന്നുമായിരുന്നില്ല. വരാൻ പോകുന്ന വലിയ വെളിപ്പെടുത്തലുകളുടെ തുടക്കം മാത്രമായിരുന്നു അതൊക്കെ. അവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യരും ഞെട്ടിവിറച്ച വെളിപ്പെടുത്തൽ. അതിലേക്കാണിനി. ചാനൽ പ്രവർത്തകരെയും പരിപാടി ആങ്കർ ചെയ്തിരുന്ന നിർമ്മല പെരിയസ്വാമിയെയും ഞെട്ടിച്ചുകൊണ്ടാണ് പെൺകുട്ടി ആ വെളിപ്പെടുത്തൽ ആ ഷൂട്ടിംഗ് ഫ്ലോറിൽ വെച്ച് നടത്തിയത്. എൻ്റെ അച്ഛനായ മുരുകൻ 3 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അമ്മ രാജേശ്വരി ആ കൊലപാതകത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. ഒരു നിമിഷത്തേക്ക് ആ ഫ്ലോർ മുഴുവൻ നിശബ്ദമായി. ആങ്കറും ക്യാമറാമാനും ഷോ ഡയറക്ടറും ഒരു ഞെട്ടലോടെ പരസ്പരം നോക്കി. നിർമ്മല വീണ്ടും ചോദിച്ചു, എന്ത്, കൊലപാതകമോ? അതെ മാഡം, കൊലപാതകം തന്നെ. അവൾ, ആ പെൺകുട്ടി, വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടന്ന രഹസ്യം പുറത്തു വിട്ടുകൊണ്ട് പറഞ്ഞു. ആ 3 പേരെയും എൻ്റെ അച്ഛൻ കൊന്നു. ഞങ്ങളുടെ വീടിന് സമീപമുള്ളൊരു കിണറിൽ അവരുടെ മൃതദേഹമുണ്ട്. രാജേശ്വരിയും മൂർത്തിയുമാണ് കൊലപാതകത്തിന് മുരുകനെ സഹായിച്ചത്. തറപ്പിച്ച് തന്നെ പറഞ്ഞു. ഷൂട്ടിംഗ് വീണ്ടും നിർത്തിവെച്ചു. ആ വെളിപ്പെടുത്തലിനു പിന്നാലെ പെൺകുട്ടിയുടെ മാതാപിതാക്കളായ മുരുകനെയും രാജേശ്വരിയെയും ചാനൽ ഫ്ലോറിലേക്ക് എത്തിക്കാൻ ചാനൽ അധികൃതർ തീരുമാനിച്ചു. 2012 മെയ് 18 വെള്ളിയാഴ്ച രാവിലെ 11 മണി. മുരുകനെയും രാജേശ്വരിയെയും ചാനൽ ഫ്ലോറിൽ എത്തിച്ച ശേഷം എപ്പിസോഡിന്റെ ബാക്കി ഭാഗം കൂടി ചിത്രീകരിക്കാൻ തുടങ്ങി. ഈ സമയം പെൺകുട്ടിയെയും സതീഷിനെയും ഷൂട്ടിംഗ് ഫ്ലോറിന് പിന്നിലേക്ക് ആരും കാണാത്ത തരത്തിൽ മാറ്റി നിർത്തിയിരുന്നു. ആങ്കറായ നിർമ്മല പെരിയസ്വാമി മുരുകനോടും രാജേശ്വരിയോടും മകളുടെ പ്രണയത്തെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി. മകൾ കാമുകനോടൊപ്പം ഒളിച്ചോടിയതുമായി ബന്ധപ്പെട്ട കുടുംബ തർക്കമെന്ന രീതിയിലായിരുന്നു നിർമ്മലയുടെ ചോദ്യങ്ങളെല്ലാം. അച്ഛനായ മുരുകനിൽ നിന്ന് ലൈംഗിക പീഡനം നേരിട്ടു വന്ന ആരോപണത്തെപ്പറ്റി നിർമ്മല പിന്നീട് ചോദിച്ചതോടെ ആ രംഗം മാറി. താൻ നിരപരാധിയാണെന്നും മകൾ കള്ളം പറയുകയാണെന്നുമാണ് മുരുകൻ ആ ആരോപണത്തിന് മറുപടി നൽകിയത്. ലൈംഗിക പീഡന ആരോപണത്തെക്കുറിച്ച് രാജേശ്വരിയോടും നിർമ്മല ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് രാജേശ്വരി നൽകിയത്. ഇതെല്ലാം കേട്ടുകൊണ്ട് പെൺകുട്ടിയും സതീഷും ഫ്ലോറിന് പുറകിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരോട് ഫ്ലോറിലേക്ക് വരാൻ ആങ്കറായ നിർമ്മല ആവശ്യപ്പെട്ടു. ഫ്ലോറിലേക്ക് എത്തിയ പെൺകുട്ടി 3 പേരെ മുരുകൻ കൊലപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താൻ തുടങ്ങി. ഞെട്ടിത്തരിച്ചുപോയ വെളിപ്പെടുത്തൽ. ആരെയാണ് മുരുകൻ കൊന്നത്? എന്തായിരുന്നു കൊലപാതകത്തിന്റെ ലക്ഷ്യം? 3 പേരുകൾ ആ പെൺകുട്ടി ഷൂട്ടിംഗ് ഫ്ലോറിൽ വെച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശേഖറിന്റെ മകൾ ലാവണ്യ, ലാവണ്യയുടെ ഭർത്താവ് ചിലംബരശൻ. മുരുകൻ കൊന്നുതള്ളിയ 3 പേർ. അത് സത്യമാണോ? ശേഖർ ഉൾപ്പെടെ ഈ 3 പേരെയും 2008 മുരുകൻ കൊലപ്പെടുത്തി. താൻ ആരോപണശരത്തിലായതോടെ മുരുകൻ ഫ്ലോറിൽ വെച്ച് ബഹളം വെച്ചു. ഞങ്ങൾക്ക് അവരെ ഒന്നും അറിയില്ല. മുരുകൻ ശരിക്കും സംഭ്രമത്തിലായി. രാജേശ്വരിയും പറഞ്ഞൊഴിയാനാണ് ശ്രമിച്ചത്. പക്ഷെ നിരന്തരം ചോദിച്ചതോടെ ഞങ്ങൾക്കവരെ അറിയാം, പക്ഷേ ഇപ്പോൾ എവിടെയാണെന്നറിയില്ല എന്നായി മറുപടി. അവരെ കൊലപ്പെടുത്തിയ ശേഷം 3 മൃതദേഹങ്ങളും വില്ലുപുരത്തെ വീട്ടുപറമ്പിലെ കിണറിന് സമീപം കുഴിച്ചു മൂടിയെന്നാണ് അച്ഛൻ മുരുകൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ആ പെൺകുട്ടി അവിടെ തുറന്നു പറഞ്ഞു. കൊലപാതക വിവരം അമ്മ രാജേശ്വരി തന്നെയാണ് തന്നോട് പറഞ്ഞതെന്നും വീട്ടിൽ ഇതിനെ ചൊല്ലി എപ്പോഴും വഴക്കുകൾ നടക്കാറുണ്ടായിരുന്നുവെന്നും പെൺകുട്ടി വെളിപ്പെടുത്തി. മുരുകനും രാജേശ്വരിയും ശരിക്കും പ്രതിരോധത്തിലായി.
ഇനി ആ വീട്ടിലേക്ക് മടങ്ങിപ്പോയാൽ അച്ഛൻ തന്നെയും കാമുകനെയും ജീവനോടെ വച്ചേക്കില്ലെന്നും പെൺകുട്ടി നിലപാടെടുത്തു. ചിത്രീകരണം ഏതാണ്ട് പൂർത്തിയാക്കിയ ശേഷം മുരുകനും രാജേശ്വരിയും അവിടെ നിന്ന് മുങ്ങി ഒളിവിൽ പോയി. 2012 മെയ് 28 തിങ്കളാഴ്ച, സമയം രാത്രി 8:30. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലടങ്ങിയ സൊൽവതെല്ലാം ഉണ്മൈ എന്ന റിയാലിറ്റി ഷോയുടെ എപ്പിസോഡ് 10 ദിവസത്തിന് ശേഷം ചാനൽ സംപ്രേഷണം ചെയ്തു. ഞെട്ടലോടെയാണ് തമിഴ്നാട് ആ വെളിപ്പെടുത്തൽ കേട്ടത്. ചാനലിലൂടെയുള്ള വെളിപ്പെടുത്തലിനു പിന്നാലെ തമിഴ്നാട് പോലീസ് നീക്കങ്ങൾ തുടങ്ങി. 2012 ജൂൺ 1 വില്ലുപുരം പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. നടന്നിരിക്കുന്നത് ട്രിപ്പിൾ മർഡറാണ്. വില്ലുപുരത്തെ വീടിന് സമീപത്തെ കിണറും പരിസരവും പരിശോധിക്കുക തന്നെ വേണം. പോലീസ് അതിനുള്ള നടപടികൾ തുടങ്ങി. 2012 ജൂൺ 5 ചൊവ്വാഴ്ച. ആ കിണർ അപ്പോഴേക്കും മൂടിയിരുന്നു. JCB ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളെത്തി. തിരച്ചിലിൽ ആദ്യം ഒന്നും കിട്ടിയില്ല. കൊലപാതകം കഴിഞ്ഞ് 4 വർഷം പിന്നിട്ടതിനാൽ കൂടുതൽ ആഴത്തിൽ തന്നെ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. തെരച്ചിലിനിടെ ഒന്നിനു പുറകെ ഒന്നായി 3 അസ്ഥികൂടങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെത്തി. അതോടെ ഒരു കാര്യം വ്യക്തമായി: 3 പേരുടെ കൊലപാതകം നടന്നുവെന്ന വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ട്. ആ കിണറിൽ തെരച്ചിൽ നടക്കുന്ന സമയത്ത് വീട്ടിൽ മുരുകന്റെ ഭാര്യ രാജേശ്വരി ഉണ്ടായിരുന്നു. കൊലപാതക വിവരങ്ങൾ വർഷങ്ങളായി മറച്ചുവെച്ചതിന് രാജേശ്വരിയെ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനി കിട്ടാനുള്ളത് മുരുകനെയാണ്. ഒന്നിനു പിറകെ ഒന്നായി 3 പേരെ കൊന്നൊടുക്കുന്ന ക്രൂരത, സ്വന്തം മകളെന്ന് പോലും ഓർക്കാതെയുള്ള കാമാന്ധത. മുരുകൻ ആ കൊലപാതകത്തിന്റെ കാരണങ്ങൾ, സാഹചര്യം, അതെല്ലാം എണ്ണി പറഞ്ഞു. DNA പ്രൊഫൈൽ മാച്ചിങ്ങിനായി ശേഖരന്റെയും ചിലംബരശന്റെയും കുടുംബത്തിലെ അടുത്ത ബന്ധുക്കളുടെ സാമ്പിളുകളുമായി ഒത്തുനോക്കി. ഫലം പോസിറ്റീവ്. അതായത് കൊല്ലപ്പെട്ടത് ശേഖർ, ശേഖറിന്റെ മകൾ ലാവണ്യ, ലാവണ്യയുടെ ഭർത്താവ് ചിലംബരശൻ. ഈ 3 പേരുമാണെന്ന് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. വില്ലുപുരം ഡെപ്യൂട്ടി സൂപ്രണ്ട് G ശേഖരന്റെ നേതൃത്വത്തിൽ 3 പ്രത്യേക പോലീസ് സംഘങ്ങൾ രൂപീകരിച്ച മുരുകനു വേണ്ടി തെരച്ചിൽ ആരംഭിച്ചു. പിടിയിലായ രാജേശ്വരിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് മുരുകനെ ചാനലിലെ പരിപാടിക്ക് ശേഷം കണ്ടിട്ടില്ല എന്ന് വ്യക്തമായി. ചെന്നൈ സ്റ്റുഡിയോയിൽ വെച്ച മകൾ കൊലപാതക വിവരം വിളിച്ചു പറഞ്ഞതിനു പിന്നാലെ ഫോൺ ഓഫ് ചെയ്ത മുരുകൻ പോയെന്നും താൻ നാട്ടിലേക്ക് മടങ്ങിയെന്നും രാജേശ്വരി പോലീസിനോട് പറഞ്ഞു. ചെന്നൈ, വില്ലുപുരം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ മുരുകന്റെ ഫർണിച്ചർ ബിസിനസ് പങ്കാളികളുടെയും ബന്ധുക്കളുടെയും വീടുകളുണ്ടെന്ന് രാജേശ്വരി പോലീസിനോട് പറഞ്ഞിരുന്നു. പോലീസ് ഇവിടെയെല്ലാം ഒരേ സമയം റെയ്ഡ് നടത്തിയെങ്കിലും മുരുകനെ കണ്ടെത്താൻ സാധിച്ചില്ല. കൊലപാതകത്തിൽ നേരിട്ടു പങ്കാളികളായ മുരുകന്റെ സഹോദരൻ മതിയരസൻ, സഹായിയായ മൂർത്തി എന്നിവരെ വൈകാതെ വില്ലുപുരത്തെ ഒളിത്താവളങ്ങളിൽ നിന്ന് പോലീസ് പിടികൂടി. അപ്പോഴും പ്രധാന പ്രതി മുരുകൻ ഒളിവിൽ തുടർന്നു. 2012 ജൂൺ 7 വ്യാഴാഴ്ച വില്ലുപുരത്തെ ഒരു ഗ്രാമത്തിൽ മുരുകൻ ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന രഹസ്യ വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടി. പക്ഷെ തങ്ങൾ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചാൽ മുരുകൻ രക്ഷപ്പെടുമെന്ന പോലീസിന് ഉറപ്പായിരുന്നു. ഇതോടെ വേഷം മാറി ഗ്രാമത്തിലെത്താൻ തന്നെ അവർ തീരുമാനിച്ചു. ഇതിനായി പോലീസ് ഒരു ന്യൂസ് ചാനൽ ടീമിന്റെ വേഷത്തിൽ ആ ഗ്രാമത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. മുരുകന്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് വഴി പോലീസ് അയാളെ ബന്ധപ്പെട്ടു. റിയാലിറ്റി ഷോയിലൂടെ മകൾ ഉന്നയിച്ച കൊലപാതക പീഡനാരോപണങ്ങൾ കാരണം മുരുകന്റെ പ്രതിച്ഛായ ആകെ തകർന്നിരിക്കുകയാണെന്നും അതിൽ നിന്നും രക്ഷപ്പെടാൻ മറ്റൊരു പ്രമുഖ ചാനലിൽ വന്ന് മുരുകൻ തന്റെ ഭാഗം ന്യായീകരിച്ച് സംസാരിക്കാൻ അവസരമൊരുക്കി തരാമെന്നാണ് വേഷം മാറിയെത്തിയ പോലീസ് സംഘം സുഹൃത്തു വഴി മുരുകനെ വിശ്വസിപ്പിച്ചത്. ഈ അവസരം മുതലാക്കാൻ തന്നെ മുരുകൻ തീരുമാനിച്ചു. സുഹൃത്ത് നിർദ്ദേശിച്ച ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക്
മുരുകൻ സ്വയം എത്തിച്ചേരുകയായിരുന്നു. അവിടെ ചാനൽ ജീവനക്കാരുടെ വേഷത്തിൽ കാത്തുനിന്ന പോലീസ് സംഘം മുരുകനെ വളഞ്ഞു. വില്ലുപുരം ട്രിപ്പിൾ മർഡർ കേസിലെ പ്രധാന പ്രതി മുരുകൻ അങ്ങനെ പിടിയിലായി. അന്ന് നടന്ന കൊലപാതകത്തിന്റെ വിവരങ്ങൾ മുരുകൻ ഓരോന്നോരോന്നായി പോലീസിനോട് വെളിപ്പെടുത്തി. 3 കൊലപാതകങ്ങളും ഒറ്റയടിക്ക് ചെയ്തതല്ലെന്നും വെവ്വേറെ ദിവസങ്ങളിലാണ് അത് നടത്തിയതെന്നുമാണ് മുരുകൻ പോലീസിനോട് പറഞ്ഞത്. എ ഇളങ്കോവൻ മുരുകൻ, വയസ്സ് 42, സോഫ നിർമ്മാണം, വില്ലുപുരം, തമിഴ്നാട്. കൊല്ലപ്പെട്ടത് ശേഖർ, ലാവണ്യ, ചിലംബരശൻ എന്നിവർ തന്നെയാണെന്ന് പോലീസ് ശാസ്ത്രീയമായി തെളിയിക്കുന്നു. ഇനി ആ കൊലപാതകത്തിന്റെ കാരണങ്ങൾ, അതിന്റെ സാഹചര്യം, അതിലേക്ക്. 2008 എം കുച്ചിപ്പാളയം, വളവന്നൂർ, വില്ലുപുരം, തമിഴ്നാട്. മുരുകനും ശേഖറും സുഹൃത്തുക്കളായിരുന്നു. എം കുച്ചിപ്പാളയം ഗ്രാമത്തിൽ തന്നെയാണ് ഇരുവരുടെയും താമസവും. ഇതിനിടെ ശേഖറിന്റെ മകൾ ലാവണ്യയും ആ നാട്ടിലെ തന്നെ ഒരു യുവാവായ ചിലംബരശനും പ്രണയത്തിലായി. മുരുകന്റെ കടയിലെ തൊഴിലാളിയായിരുന്നു ചിലംബരശൻ. വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന ലാവണ്യയും ചിലംബരശനും ഒളിച്ചോടുകയും മുരുകന്റെ വീട്ടിൽ അഭയം തേടുകയും ചെയ്തു. ലാവണ്യയും ചിലംബരശനും മുരുകന്റെ വീട്ടിൽ ആരും അറിയാതെ താമസിച്ചു. എന്നാൽ അഭയം നൽകിയ മുരുകന് പ്രായപൂർത്തിയാകാത്ത ലാവണ്യയോട് മോശം താൽപ്പര്യമുണ്ടായി. ഇതു മനസ്സിലാക്കിയ ദമ്പതികൾ മുരുകനുമായി വലിയ തർക്കത്തിലായി. 2008 സെപ്റ്റംബർ. ഇതേ സമയത്ത് മകളെ അന്വേഷിച്ച ലാവണ്യയുടെ പിതാവ് ശേഖർ മുരുകന്റെ വീട്ടിലെത്തി. മകൾക്കും കാമുകനും അഭയം നൽകിയത് മുരുകനാണെന്ന് തിരിച്ചറിഞ്ഞ ശേഖർ നേരെ അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. ആ തർക്കം ഒടുവിൽ ഒരു പഴയ കടത്തിലേക്ക് കൂടി മാറി. മുൻപ് കടമായി വാങ്ങിയ പണം ഉടൻ തിരികെ വേണം ശേഖർ മുരുകനോട് ആവശ്യപ്പെട്ടു. സാമ്പത്തിക വിഷയം കൂടി വന്നതോടെ മുരുകൻ അനുനയത്തിൽ ശേഖറിനെ വീട്ടിലേക്ക് കയറ്റി. കുടിക്കാൻ മദ്യം നൽകി. വിഷം കലർത്തിയ മദ്യം. വിഷം കലർന്ന മദ്യം കഴിച്ച അബോധാവസ്ഥയിലായ ശേഖറിനെ സോഫയുടെ കമ്പി ഉപയോഗിച്ച് കഴുത്തു മുറുക്കി മുരുകൻ കൊലപ്പെടുത്തി. മുരുകനൊപ്പം സഹോദരൻ മതിയരസൻ, അയാളുടെ സഹായി മൂർത്തി എന്നിവരുമുണ്ടായിരുന്നു. മൃതദേഹം മുരുകന്റെ വീടിനു പിന്നിലെ ഉപയോഗശൂന്യമായ കിണറ്റിലേക്ക് തള്ളി. ഒളിച്ചോടി വരുമ്പോൾ ലാവണ്യയും ചിലംബരശനും വലിയ തുക പണമായും സ്വർണ്ണാഭരണങ്ങളും കയ്യിൽ കരുതിയിരുന്നു. ഇത് തട്ടിയെടുക്കാൻ മുരുകനും മതിയരസനും ചേർന്ന് തീരുമാനിച്ചു. 2 ദിവസത്തിനു ശേഷം ചിലംബരശനെയും സമാനമായ രീതിയിൽ മദ്യം നൽകി അബോധാവസ്ഥയിലാക്കി. ശേഷം കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. ചിലംബരശന്റെ മൃതദേഹം അതേ കിണറ്റിലേക്ക് തള്ളി. ചിലംബരശൻ പെട്ടെന്ന് അപ്രത്യക്ഷനായതിൽ ലാവണ്യയ്ക്ക് മുരുകനുമേൽ സംശയം തോന്നി. സംശയം ബലപ്പെട്ട ലാവണ്യ ബഹളം വയ്ക്കാൻ തുടങ്ങി. മുരുകനും മതിയരസനും മൂർത്തിയും ചേർന്ന് ലാവണ്യയെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. പണവും ആഭരണവും കൈക്കലാക്കിയ ശേഷം മൃതദേഹം അതേ കിണറ്റിലേക്ക് തള്ളി. നാടോടി വിഭാഗത്തിൽപ്പെട്ട ശേഖർ മാന്ത്രിക വിദ്യകൾ അവതരിപ്പിക്കാനായി പലയിടങ്ങളിലേക്കും പോകാറുണ്ട്. പലപ്പോഴും മാസങ്ങൾ കഴിഞ്ഞാകും മടക്കം. അതുകൊണ്ട് തന്നെ അയാളെ കാണാതായതിൽ വീട്ടുകാർക്ക് യാതൊരു സംശയവും തോന്നിയില്ല. മകൾ ഒളിച്ചോടിയതായതിനാൽ ആ കാര്യത്തിലും വീട്ടുകാർക്ക് സംശയമൊന്നും തോന്നിയില്ല. 3 കൊലപാതകങ്ങൾക്കും മുരുകന്റെ ഭാര്യ രാജേശ്വരി നിശബ്ദയായ പങ്കാളിയായിരുന്നു. കേസിന്റെ വിചാരണയ്ക്കിടെ 3-ാം പ്രതി മൂർത്തി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. 2020 ജൂലൈ 16 കേസിൽ വില്ലുപുരം കോടതി വിധി പ്രഖ്യാപിച്ചു. 1-ാം പ്രതിയായ ഈ മുരുകന് 3 കൊലപാതകങ്ങൾക്കും വെവ്വേറെയായി 3 ജീവപര്യന്തം തടവ് ശിക്ഷ, 75,000 രൂപ പിഴ. മതിയരസന് ജീവപര്യന്തം തടവ് ശിക്ഷയും 25,000 രൂപ പിഴയും ശിക്ഷ. തെളിവുകളുടെ അഭാവത്തിൽ മുരുകന്റെ ഭാര്യ രാജേശ്വരിയെ കോടതി വെറുതെ വിടുകയും ചെയ്തു. തമിഴ്നാട്ടിലെ കടലൂർ സെൻട്രൽ ജയിലിലാണ് 1-ാം പ്രതി മുരുകൻ ശിക്ഷ അനുഭവിക്കുന്നത്. മൂന്ന് കാര്യങ്ങൾ. 1,
വർഷങ്ങളായി ഭയവും കുറ്റബോധവും ഉള്ളിലൊതുക്കി ജീവിച്ച പെൺകുട്ടിക്ക് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ ലഭിച്ചത് നീണ്ട നാളത്തെ മാനസിക തടവറയിൽ നിന്നുള്ള മോചനമാണ്. 2. ഇരുട്ടിൽ മറഞ്ഞിരുന്ന കൊലപാതകികൾക്ക് നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന പ്രഖ്യാപനം. 3. സത്യം വെളിപ്പെടുന്നതോടെ ഇരകളുടെ ആത്മാക്കൾക്കും നീതി ലഭിക്കുന്നു. മറ്റൊരു കേസുമായി നാളെ വീണ്ടും കാണാം. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.